നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ എന്ന ബിസിനസ്സിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സൊക്കെ ഓക്കെ ആക്കിക്കോ, പാൻ കാർഡ്, KYC, അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്ക് എല്ലാം റെഡിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ബട്ടൺ ചെയ്യാം. കണ്ടിന്യൂ ബട്ടൺ അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പ് ഓപ്പൺ വരും. അങ്ങനെ മുകളിൽ 3 ബട്ടൺസുകൾ ഇവിടെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ മൈ പ്രൊഫൈൽ, അതായത് നമ്മുടെ മൈ പ്രൊഫൈൽ കാണിക്കാം. അത് ഞെക്കാം. അത് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻറ്റ് സ്റ്റാറ്റസ് എന്ന ഈ പോയിന്റിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ് സ്റ്റാറ്റസ് ഇതുപോലെ KYC, നെഫ്റ്റ്, പാൻ ഡീറ്റെയിൽസ്, ആധാർ ഡീറ്റെയിൽസ് ഇത് 4ഉം ഓക്കെ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് ഓക്കെ ആയാൽ മാത്രമേ നമുക്ക് കമ്പനിയുടെ ഇൻകം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. അവരവരുടെ ഡോക്യുമെൻറ്റ്സൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ഓക്കെ അല്ലെങ്കിൽ തൊട്ട് അപ്ലൈൻ ലീഡേഴ്സിനോട് കാര്യങ്ങൾ പറഞ്ഞ് അത് ഓക്കെ ആക്കി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൽ വരുന്ന നമ്മളെ വീക്കിലി ഇൻകമായിട്ടുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയുള്ളൂ. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ ലീഡേഴ്സ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡൗൺലൈൻ ലൈഡേഴ്സിന്, അതായത് നമ്മുടെ കൂടെ വന്ന ആൾക്കാരുടെ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യണമെങ്കിൽ അതിന് ഡോക്യുമെൻറ്റ് സ്റ്റാറ്റസിന് തൊട്ട് താഴെ തന്നെ ഡോക്യുമെൻറ്റ് സ്റ്റാറ്റസ് ഫോർ ഡൗൺലൈൻ എന്ന ഇതുണ്ട്. അവിടെ നമ്മളിവിടെ ഒരു എൻ്റർ ID അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ ID അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് റെഡി ആയിക്കോ ഇല്ലോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളെ കൂടെ വന്ന ആൾക്കാരുടെ ID റെഡിയാണോ, അത് അവർക്ക് എന്തിട്ടുണ്ട്, അവരുടെ ഡോക്യുമെൻറ്റ്സൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് ഇവിടെ ID നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അത് വരും. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കൂടെ വന്നവരുടെ ID ഒക്കെ നമ്മൾ ഇപ്പോൾ ഒരാളുടെ ID ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. കാരണം വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്ത സമയത്ത് നമുക്ക് ID ചെക്ക് ചെയ്തിട്ടുണ്ടും ഒരു ആളുടെ മനസ്സിലാകണ്ടേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ID നമ്പർ കൊടുക്കുകയാണ്. 44 67 25. ഇയാൾ ID നമ്പർ കൊടുത്തു. ആ ID നമ്പർ കൊടുത്തപ്പോൾ നമുക്കിങ്ങനെ ഓപ്പണായി വന്നു. KYCയിൽ നെഫ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്, പാൻ കാർഡ് ഓക്കെ ആയിട്ടുണ്ട്, ആധാർ ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഇത് KYC ഫോർ ഡൗൺലൈൻ എന്നിട്ട് ഇങ്ങനെ വരും. അത് നമ്മൾ എന്ത് ചെയ്യുക, KYCൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. അത് അവിടെ ചെയ്യേണ്ടതില്ല, നമ്മളിവിടെ ഓക്കെ ആയിട്ടുണ്ടെല്ലാം. ഓക്കെ ലീഡേഴ്സ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യും. ബാക്കി അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ റിവേഴ്സിലേക്ക് തന്നെ വരിക. ഓക്കെ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.